ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഫ്രണ്ട്സ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ്, ഇമ്പോർട്ടൻസ് ഓഫ് ഫ്രണ്ട്സ് ആൻഡ് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ്. പെട്ടെന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ഇത് ഫ്രണ്ട്ഷിപ്പ് വീക്കോ അങ്ങനെയൊന്നും അല്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കുറച്ചൊരു എന്താ പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് മന്ത് ആണ്. കാരണം എൻ്റെ ബർത്ത്ഡേയും എൻ്റെ രണ്ട് ക്ലോസ് ഫ്രണ്ട്സിന്റെ ബർത്ത്ഡേയും ആണ് മെയില്. എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞു, ഇനി അവരുടെ രണ്ടുപേരുടെയും ബർത്ത്ഡേ വരുന്നേ ഉള്ളൂ. സോ അഡ്വാൻസ് ബർത്ത്ഡേ വിഷസ് ടു ബോത്ത് ഓഫ് ദം. ഞാൻ ഈ ഒരു വീഡിയോയിൽ ഐ തോട്ട് ലൈക്ക് ഐ വിൽ ടോക്ക് അബൌട്ട് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ഫ്രണ്ട്സ് ഇൻ മൈ ലൈഫ്. അപ്പം എൻ്റെ ഒരു 2 വീഡിയോ മുന്നേ ഉള്ള ഒരു വ്ളോഗ് നിങ്ങൾ ഒരു വീഡിയോ ലൈക്ക് വ്ളോഗ് ഞാൻ അപ്ലോഡ് ചെയ്ത് നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല. എൻ്റെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസിനെ കുറിച്ച് ഞാൻ പറയുന്നത് അതിപ്പോൾ ആ ഒരു വ്ളോഗ് മാത്രമല്ല, പലപ്പോഴായിട്ട് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. എനിവേ, അതിനെക്കുറിച്ച് അതിൽ ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ എൻ്റെ ചൈൽഡ്ഹുഡ് ട്രോമ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഒരു ചൈൽഡ്ഹുഡ് ട്രോമ ഉണ്ടായത് കൊണ്ട് തന്നെ അറ്റ് ദ എൻഡ് ആ ഒരു കാലഘട്ടത്തിൽ എനിക്കൊരു സംഭവിച്ച ഒരു വലിയൊരു ഗുണം എന്താന്ന് വെച്ചാൽ ഞാൻ ഒരു ഭയങ്കര പീപ്പിൾ പ്ലീസർ ആയിട്ട് മാറി എന്നുള്ളതാണ്. പീപ്പിൾ പ്ലീസർ എന്ന് പറയുമ്പം നമുക്ക് സംഭവിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കറക്റ്റ് ആയിട്ട് ഞാൻ പറയുന്നത് മനസ്സിലാവും. നമ്മൾ ഭയങ്കരമായിട്ട് ബാക്കിയുള്ളവരെ ഇങ്ങനെ പ്ലീസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെ പ്ലീസ് ചെയ്യുമ്പോൾ നമ്മളെ പ്ലീസ് ചെയ്യുന്നില്ല, നമ്മളെ പ്ലീസ് ചെയ്യണമെന്ന് പോലും നമുക്ക് ഉണ്ടാവില്ല. ലൈക്ക് വി ആർ ബിസി ഇൻ പ്ലീസിങ് അതർ പീപ്പിൾ. അപ്പൊ അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് ഫ്രണ്ട്സിന് കുറവൊന്നും കാണത്തില്ല. നമുക്ക് കുറെ ഫ്രണ്ട്സ് ഒക്കെ നമ്മളിങ്ങനെ ബാക്കിയുള്ളവർ പറയുന്നതൊക്കെ ഒത്തിരി ലിസൺ ചെയ്യും, അല്ലെ അവരെ സന്തോഷിപ്പിക്കാൻ നമ്മൾ എന്ത് വേണം ചെയ്യും. അങ്ങനെ നമ്മളിങ്ങനെ ചിന്തിക്കുന്നില്ല ഇത് ഇങ്ങോട്ട് തിരിച്ചു വേണം, സംഭവം ഇങ്ങോട്ടും തിരിച്ചുണ്ടോന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കത്തില്ല. എനിക്ക് അതിനുള്ള ബോധം ഇല്ലായിരുന്നു. ലൈക്ക് അവരുടെ സങ്കടങ്ങളെല്ലാം ഞാൻ കേൾക്കുന്നു, അവരുടെ സന്തോഷങ്ങൾ ഞാൻ കേൾക്കുന്നു. ഇത് തിരിച്ചും ഞാനും ഒരാളാണ്, ഞാൻ പറയുന്നതും അവർ കേൾക്കണം, ഞാൻ പറയുന്നതും എന്റെ സന്തോഷത്തിൽ അവർ സന്തോഷിക്കണം. അങ്ങനെ ചിന്തിക്കാനുള്ള ബോധം ഉണ്ടായിരുന്നില്ല. അത്രയ്ക്കും പോലും വേണ്ട, ഞാനെല്ലാം ചെയ്തു കൊടുത്തോളാം, എനിക്ക് തിരിച്ച് ഇങ്ങോട്ടൊന്നും വേണ്ട എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലുള്ള ഒരു ഫ്രണ്ടായിരുന്നു ഞാൻ. അത് കാരണം തന്നെ ഒത്തിരി ഫ്രണ്ട്സ് എൻ്റെ ലൈഫിൽ വന്നു പോയിട്ടുണ്ട്. അവർക്കൊക്കെ ഞാൻ ഒരുപക്ഷെ നല്ല ഫ്രണ്ട് ആയിരുന്നായിരിക്കാം. പക്ഷെ എന്റേതെന്ന് പറയാനായിട്ട് ഒരു ഫ്രണ്ട്, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കേൾക്കാനായിട്ട് ഒരാള്, അങ്ങനെ ഒരു ഫ്രണ്ട് എനിക്ക് ആ കാലഘട്ടത്തിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്ന് വെച്ചാൽ അവരുമായിട്ടൊന്നും എനിക്ക് ദേഷ്യവും വഴക്കും അങ്ങനെയൊന്നും അല്ല. ബട്ട് അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പിന് അങ്ങനെ ഒരു തലം കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ബോധം എനിക്കില്ലായിരുന്നു. ലൈക്ക് ഐ വാസ് റിയലി ഇമ്മച്ചുവർ എന്ന് വേണം പറയാം. അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല കേട്ടോ. നമ്മളിങ്ങനെ പീപ്പിൾ പ്ലീസർ ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രശ്നമാണ് അത്. കാരണം നമുക്ക് വാല്യൂ കൊടുക്കുന്നില്ല. നമുക്ക് ഒരു റിലേഷനിൽ, ഏത് റിലേഷനിലാണെങ്കിലും നമുക്ക് റെസ്പെക്ട് വേണം, നമുക്കും തിരിച്ച് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ള ഒരു ബോധമൊന്നും എനിക്കില്ല. എൻ്റെ വിചാരം ഞാൻ അങ്ങ് ചെയ്തു കൊടുക്കണം, ആർക്കും എല്ലാവർക്കും എന്തും ഐ ഷുഡ് ഗീവ് ആൻഡ് ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് ബാക്ക്. പക്ഷെ നമ്മൾ ഒരു കാര്യം, ഞാൻ ഈ പറയുന്നത് നമ്മൾ ഉപകാരം ചെയ്തു കൊടുത്തിട്ട് തിരിച്ച് എക്സ്പെക്ട് ചെയ്യണമെന്നല്ല. പക്ഷെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഗീവ് ആൻഡ് ടേക്ക് ഫ്രണ്ട്ഷിപ്പ് വേണമല്ലോ. ഈക്വൽ ആയിട്ട് ഒരു ഈക്വൽ ഷെയർ ഓഫ് ഫ്രണ്ട്ഷിപ്പ് ഷുഡ് ബി ദെയർ, റൈറ്റ്? പിന്നെ നമ്മൾ കുറച്ച് കാലങ്ങളും കഴിയുമ്പോഴത്തേനും കുറെ ഫ്രണ്ട്സ് വന്നു പോകും, കുറെ ആൾക്കാരുടെ നമുക്ക് പണി കിട്ടും, കുറെ ആൾക്കാർ നമ്മളെ ഫ്രണ്ട്ഷിപ്പിനെ യൂസ് ചെയ്തിട്ട് നമ്മളെ വെറും കരിവേപ്പിലായിട്ട് നമ്മളെ ഒഴിവാക്കും. അങ്ങനെയൊക്കെ സംഭവിക്കും. ഈ പീപ്പിൾ പ്ലീസർ ആയിട്ട് നമ്മൾ നിൽക്കുമ്പം നമുക്കിങ്ങനെ കുറെ അടികൾ അവസാനം കിട്ടുമ്പോഴാണ് നമുക്ക് പതുക്കെ പതുക്കെ ബോധം വെച്ചു തുടങ്ങുന്നത്. ഓക്കെ, ഇതൊക്കെ ഇങ്ങനെയാണ്. പിന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ, ഇങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സ്, ഇങ്ങനെ നമ്മള് ഇങ്ങനെ ഇയാളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഇങ്ങനെയൊക്കെ പറയുമല്ലോ. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാനായിട്ട് ഒരു ഫ്രണ്ട് ഒന്നും ഇല്ല. കുറെ ഫ്രണ്ട്സ് ഉണ്ട്, ബട്ട് നൺ ഓഫ് ദം വേർ മൈ ബെസ്റ്റ് ഫ്രണ്ട്സ്. യാ. പിന്നെ കുറച്ച് കഴിഞ്ഞ് നമുക്ക് പ്രായമായി, ബോധം വെച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഞാനിങ്ങനെ ഇങ്ങനെ എല്ലാരെയും പ്ലീസ് ചെയ്തുകൊണ്ട് നടക്കുവാണ്. ലൈക്ക് എനിക്കും എൻ്റെ ലൈഫിലും എനിക്കും കുറച്ച് വാല്യൂ ഒക്കെ വേണം. ഞാൻ കൊടുക്കുന്ന ഫ്രണ്ട്ഷിപ്പിനും ഐ ഓൾസോ ഹാവ് ദ റൈറ്റ് ടു ഡിസേർവ് ബാക്ക് എന്നുള്ള ഒരു ബോധം കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേനും എനിക്ക് വെച്ചു. അപ്പൊ അങ്ങനെ എനിക്ക് പിന്നെ കോളേജൊക്കെ ആയപ്പം കുറെ നല്ല ഫ്രണ്ട്സ് ഒക്കെ ആയി. അപ്പൊ എൻ്റെ ഫ്രണ്ട്സില് ഞാൻ പറഞ്ഞ എൻ്റെ ഈ 2 ഫ്രണ്ട്സ് ലൈക്ക് ലാസ്റ്റ് ഇപ്പൊ 22 വർഷമായിട്ട് എൻ്റെ ഫ്രണ്ട്സ് ആണ്. അപ്പം ഈ 2 ഫ്രണ്ട്സ് ഐ ലവ് ദം എ ലോട്ട്. ഐ ലവ് ദം എ ലോട്ട്. ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയുമ്പം പണ്ട് എന്നോട് എൻ്റെ ഒരു എനിക്ക് അറിയാവുന്ന ഒരാൾ പറഞ്ഞൊരു ഡയലോഗാണ് കേട്ടോ എനിക്ക് ഓർമ്മ വരുന്നത്. വേറെ ഒന്നുമല്ല, പുള്ളി പറഞ്ഞ നമുക്ക് ലൈഫിൽ ഏറ്റവും കൂടുതൽ വേണ്ട നല്ല ഫ്രണ്ട്സ് ആണ്. നല്ല ബന്ധുക്കളെക്കാളും നമുക്ക് നമുക്ക് നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ഭാഗ്യവാന്മാരല്ലെ, ലക്കി ഇനഫ് ആണ്. കാരണം എന്താന്ന് വെച്ചാൽ ഈ ഫ്രണ്ട്ഷിപ്പും ബന്ധങ്ങളും തമ്മിലുള്ള വ്യത്യാസം പുള്ളി ഇങ്ങനെയാണ് പറഞ്ഞത്. കാരണം ബന്ധുക്കൾ എന്ന് പറയുമ്പോൾ അവിടെ ഒരു അധികാരം വരും. പക്ഷെ ഫ്രണ്ട്ഷിപ്പിൽ ആ ഒരു അധികാരത്തിന്റെ
എൻ്റെ ഇടയിൽ കൂടെ മെസ്സേജ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, ബന്ധങ്ങളിൽ ഒരു അധികാരം സ്ഥാപിക്കൽ വരും, പക്ഷേ ഫ്രണ്ട്ഷിപ്പിൽ അങ്ങനെ ഒരു അധികാരം സ്ഥാപിക്കൽ വരത്തില്ല. ഫ്രണ്ട്ഷിപ്പ് ഇസ് എ പ്യുവർ റിലേഷൻഷിപ്പ് ആണ്. അപ്പം ഇപ്പൊ ബന്ധുക്കളാകുമ്പോഴത്തേനും എനിക്ക് നിനക്കത് എനിക്ക് തന്നാ എന്താ, അല്ലെങ്കിൽ നിനക്ക് അങ്ങോട്ട് വന്നാൽ എന്താ, അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യനിങ്ങും അല്ലെങ്കിൽ ഒരു അവകാശവാദം അവിടെ വരും. പക്ഷെ ഫ്രണ്ട്ഷിപ്പിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. അപ്പൊ അതാണ് ആ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. പിന്നെ ഏത് ഫ്രണ്ട്ഷിപ്പ് ആകുമ്പോഴും ഇപ്പം കുറെ വർഷം കുറെ കൊല്ലങ്ങൾ കഴിയുമ്പോൾ ദേ ബിക്കം ലൈക്ക് എ ഫാമിലി, ലൈക്ക് ഫ്രണ്ട്സ് എന്നല്ല, അതിലുപരി അവർ നമ്മുടെ ഫാമിലി ആയിട്ട് മാറും. അതിന്റെ ചെറിയ പൊസസീവ്നെസ്സും കുറച്ച് പ്രശ്നങ്ങൾ അവിടെയൊക്കെ വരും. ബട്ട് ദാറ്റ് ഇസ് ഓൾസോ എ ബ്യൂട്ടി ഓഫ് ഫ്രണ്ട്ഷിപ്പിന്റെ വേറൊരു ബ്യൂട്ടി തന്നെയാണ് അത്. അവർ നമ്മുടെ ഫാമിലി ആയി കഴിഞ്ഞ് എവിടെയോ ഏതോ രണ്ട് വീട്ടിൽ ജനിച്ച് വളർന്നവര് നമ്മൾ ഇങ്ങനെ കുറെ വർഷങ്ങൾ ഒരുമിച്ച് സഞ്ചരിച്ചു കഴിഞ്ഞിട്ട് ദേ ബിക്കം പാർട്ട് ഓഫ് എ ഫാമിലി. അപ്പം അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിലേഷനാണ്, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിലേഷനാണ് കേട്ടോ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഈ ലോകത്തില്. എന്റെ ലൈഫിൽ എന്റെ ഈ രണ്ട് ആൾക്കാരുടെയും, ഞാൻ പറഞ്ഞ ഈ രണ്ട് ഫ്രണ്ട്സിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഞാൻ പറയാം. അപ്പൊ എനിക്കിപ്പോ അവരുടെ അടുത്തുനിന്ന് എനിക്കൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. എനിക്ക് ചുമ്മാ ഇപ്പൊ എനിക്ക് ഞാൻ തീർത്തും ലോ ആയിട്ടുള്ള ദിവസം എന്ന് വെച്ചാൽ ഒന്നിനും ഒരു താല്പര്യം, ഒന്നിനും ഒരു മൂഡില്ല, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, ലൈക്ക് എന്ത് ചെയ്താലും ഒരു ഹാപ്പിനെസ് ഇല്ല. അങ്ങനെയുള്ള ദിവസങ്ങൾ ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ വരുമല്ലോ. അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഇവര് ആരെങ്കിലും വിളിക്കുവാണെങ്കിൽ എനിക്ക് കിട്ടുന്ന ഒരു എനർജി, മൈ എനർജി ലെവൽ വിൽ ബി, ഇങ്ങനെ ഇരുന്ന ഒരു എന്റെ എനർജി ഈ ഒരു ലെവലിലോട്ട് പോകും. ഒരു 10 മിനിറ്റ് ഇവരോട് സംസാരിച്ചാൽ മതി. അതാണ് എനിക്ക് തോന്നുന്നത് എന്റെ ലൈഫില് ലൈക്ക് ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അത് അതുപോലെ തന്നെ നിൽക്കട്ടെ, ടച്ച് വുഡ്. യാ, അതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ഇമ്പോർട്ടൻസ് ശരിക്കും വരുന്നത് എനിക്ക് മനസ്സിലായി തുടങ്ങിയത് ഈ ഒരു നമ്മുടെ ഒരു ലേറ്റ് 30s ഒക്കെ കഴിയുമ്പോഴാണ് കേട്ടോ. ആക്ച്വലി ഇങ്ങനെ ലേറ്റ് 30s ഒക്കെ ആയപ്പോഴാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഭയങ്കരമായിട്ടൊരു മൂഡ് ഫ്ലക്ച്വേഷൻസും പ്രശ്നങ്ങളൊക്കെ വന്നു തുടങ്ങിയത്. അതിനു മുന്നേ എനിക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ലേറ്റ് 30s ആയതിന്റെ ആണോ അതോ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറിന്റെ ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഇവിടെ സൺലൈറ്റ് ഇല്ല, പിന്നെ കുറച്ചൊരു ഐസൊലേറ്റഡ് ലൈഫാണ് ഇവിടെ. അപ്പൊ അതിന്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയത്തില്ല. ഐ ഡോണ്ട് നോ വാട്ട്സ് എ പ്രോബ്ലം. എനിവേ, ബട്ട് പണ്ടില്ലാത്തതിനേക്കാളും കൂടുതൽ ഇങ്ങനെ മൂഡ് വേരിയേഷൻസ്, ലൈക്ക് ലോ മൂഡ് എനിക്ക് കൂടുതൽ വരാറുണ്ട്. പക്ഷെ അങ്ങനെയുള്ള അവസരങ്ങളിലാണ് ഈ രണ്ട് ആൾക്കാരുടെ ഇമ്പോർട്ടൻസ് എനിക്ക് മനസ്സിലാവാറ്. ലൈക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഫോൺ വിളിച്ച് കഴിയുമ്പം എനിക്ക് അപ്പം അവിടുന്ന് അവരുടെ അടുത്തുനിന്ന് അവരെന്നെ ബൂസ്റ്റപ്പ് ചെയ്യാനും എനർജി, ഞാനിപ്പം വിളിക്കുമ്പം എനിക്ക് വയ്യ, ഞാനിങ്ങനെ ലോ ആയിട്ട് ഇരിക്കും, അങ്ങനെയൊന്നും പറഞ്ഞൊന്നും ആയിരിക്കത്തില്ല വിളിക്കുന്നത്. ഞാനിങ്ങനെ ഐ ഡോണ്ട് ടെൽ എനിത്തിങ്, ലൈക്ക് ജസ്റ്റ് അങ്ങ് വിളിക്കും, നമ്മൾ എന്തെങ്കിലും സംസാരിക്കും. അങ്ങനെ സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ ഐ ഫീൽ ലൈക്ക് എനർജൈസ്ഡ്. യാ, അപ്പൊ അതാണ് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ഈ രണ്ട് ആൾക്കാരുടെ എന്റെ ലൈഫിലുള്ള ഇമ്പോർട്ടൻസ്. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും ബർത്ത്ഡേ ആണ്. അപ്പൊ ആ ബർത്ത്ഡേയുടെ പേരിൽ ഞാൻ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് വ്ലോഗ് അങ്ങ് എടുത്തു. ഓക്കെ, പിന്നെ ചില ആൾക്കാർ പറയല്ലോ 1ാം ക്ലാസ് തൊട്ട് ഇങ്ങനെയൊക്കെ കൊണ്ടു നടക്കുന്ന ഫ്രണ്ട്സ്, അങ്ങനെ ഒരു ഫ്രണ്ട് എനിക്കില്ല. അത് ചില സമയം എനിക്കിങ്ങനെ അങ്ങനെ എന്റെ 1ാം ക്ലാസ് തൊട്ടുള്ള ഫ്രണ്ടാണ് അല്ലെ 2ാം ക്ലാസ് തൊട്ടുള്ള ഫ്രണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാർ ഇങ്ങനെ ഫ്രണ്ട്സിനെ കൊണ്ട് നടക്കുമല്ലോ. അങ്ങനെ എനിക്കില്ലല്ലോ എന്ന് ഓർക്കുമ്പം എനിക്ക് ചിലപ്പം ചില വിഷമം വരും കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു ഫ്രണ്ട് എന്റെ കൊച്ചിലേ തൊട്ട് ഒത്തിരി ഫ്രണ്ട്സ് എന്റെ ലൈഫിൽ വന്നു പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ സ്കൂൾ ലൈഫിലും എനിക്ക് ഉണ്ടായിരുന്ന ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞല്ലോ പീപ്പിൾ പ്ലീസർ ആയിരുന്നെങ്കിലും എനിക്ക് ആരോടും ദേഷ്യം, അവർക്ക് എന്നോട് ദേഷ്യമൊന്നും ഇല്ല. ലൈക്ക് ഐ വാസ് നോട്ട് ഏബിൾ ടു ഫ്രണ്ട്ഷിപ്പിന്റെ അടുത്ത ഒരു ഈക്വൽ ഫ്രണ്ട്ഷിപ്പിലോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കപ്പാസിറ്റി അന്ന് എനിക്കില്ലായിരുന്നു. എന്റെ ഒരു ബുദ്ധിക്കുറവോ ബോധക്കുറവോ എന്തെങ്കിലും ആയിരുന്നായിരിക്കാം. പിന്നെ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന എന്റെ ഫ്രണ്ട്സ്, ലൈക്ക് ഐ മിസ് ദം എ ലോട്ട് നൗ ഓൾസോ. കാരണം അന്നത്തെ ആ ഫ്രണ്ട്ഷിപ്പ്, ആ സ്കൂൾ ഫ്രണ്ട്സുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റാത്തതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. അന്ന് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ അന്ന് എന്റെ വീട്ടിൽ ഫോണും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ സ്കൂൾ മാറി കഴിഞ്ഞപ്പം അവരെല്ലാവരും ഒരു സ്കൂളിലും ഞാൻ വേറൊരു സ്കൂളിലുമായി. അപ്പോഴത്തേനും പിന്നെ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇതില്ലായിരുന്നു. ആ ഒരു കമ്മ്യൂണിക്കേഷൻ എവിടെയോ ബ്രേക്ക് ആയി. അങ്ങനെ ആ ഫ്രണ്ട്ഷിപ്പ്, പിന്നെ എനിക്ക് അന്നൊന്നും സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നും അറിയത്തില്ലായിരുന്നു. ഇന്നൊക്കെയാണ് ഐ റിയലി അണ്ടർസ്റ്റാൻഡ് ദ വാല്യൂ ഓഫ് ഫ്രണ്ട്ഷിപ്പ് ഇൻ മൈ ലൈഫ്. അന്ന് അന്ന് നമുക്ക് അങ്ങനെ ഒന്നും ചിന്തിക്കാനുള്ള ബോധം ഇല്ല. അന്ന് നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല, ഒന്നുമില്ല. അപ്പൊ അത് അന്ന് അങ്ങ് ആ ഫ്രണ്ട്സ് ഒരു 5-6 പേരുണ്ടായിരുന്നു കേട്ടോ, മൈ ഡിയർ ഫ്രണ്ട്സ് ആയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവരെ. 6 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു എനിക്ക് ആ സമയത്ത്. അപ്പൊ അവരെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആലോചിക്കും, ലൈക്ക് എനിക്ക് അവരെ മിസ്സായിട്ടുണ്ട്. ഐ ഡോണ്ട് നോ അവരാരെങ്കിലും എന്റെ ഈ വ്ലോഗ് കാണുന്നുണ്ടോ എനിക്കറിയത്തില്ല. എനിവേ, ഇഫ് യു ആർ വാച്ചിങ് ദിസ് വ്ലോഗ്, ഐ ജസ്റ്റ് വാണ്ട് ടു ടെൽ യു ദാറ്റ് ഇടയ്ക്ക് ഞാൻ ഇപ്പോഴും അവരെ സ്വപ്നം കാണും. ലൈക്ക് എത്രയോ വർഷം മുന്നേ ഉള്ള കാര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്റെ 10ാം ക്ലാസ്സിൽ ആ ഒരു സമയത്തുള്ള 1-2 പേരൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴും സ്വപ്നം കാണാറുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം ദേ ആർ സ്റ്റിൽ ഇൻ മൈ, എന്റെ എവിടെയോ ഒരു മനസ്സിന്റെ ഒരു കോണിൽ അവർ ഇപ്പോഴും നിലനിന്ന് പോകുന്നു എന്നുള്ളതാണ്. പക്ഷെ യാ,
എന്താ ഞാൻ ഈ വ്ളോഗിൽ പറയാൻ ഉദ്ദേശിച്ചത് എനിക്കറിയത്തില്ല. ഐ ജസ്റ്റ് വാണ്ട് ടു വിഷ് മൈ 2 ഓഫ് മൈ ഡിയർ ഫ്രണ്ട്സ് എ വെരി ഹാപ്പി ബർത്ത്ഡേ. അപ്പം നിങ്ങൾക്കും നല്ല ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ്, നമുക്ക് നമ്മുടെ ചില ബുദ്ധി ബോധം ഇല്ലാത്ത സമയത്ത് നമ്മൾ എന്തെങ്കിലും ചെറിയ ചെറിയ ഈഗോ ക്ലാഷ് അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങളുടെ ഒക്കെ പേരിൽ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഏതെങ്കിലും രീതിയിൽ ബ്രേക്ക് ആവും. പക്ഷെ അത് ബ്രേക്ക് ആവാണ്ടിരിക്കുക. അതുപോലെ തന്നെ നേരെ തിരിച്ചു നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന ഫ്രണ്ട്സിനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റണം. ലൈക്ക് എന്നെ പോലെ പീപ്പിൾ പ്ലീസർ ആയിട്ട് ജീവിതകാലം മൊത്തം ജീവിതകാലം മൊത്തം അല്ല ജീവിച്ചുകൊണ്ടിരിക്കാണ്ട് റിയൽ ഫ്രണ്ട്സും അല്ലാണ്ടുള്ള ഫ്രണ്ട്സിനെയും നിങ്ങൾക്ക് എല്ലാവർക്കും തിരിച്ചറിയാനുള്ള ഒരു വിവേചന ശക്തിയൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് വീഡിയോ. ഐ വിൽ സീ യു ഓൾ വിത്ത് അനദർ വീഡിയോ. അടുത്ത വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയോ? എൻ്റെ കഴിഞ്ഞ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ കുറെ പേര് ഇങ്ങനെ ഇവിടുത്തെ ലൈഫിന്റെ പ്രശ്നങ്ങൾ, എനിക്ക് തോന്നിയിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് ഹൈലൈറ്റ് ചെയ്ത് പറയാവോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഐ തോട്ട് ഐ വിൽ ഡു എ വീഡിയോ ഓൺ ദാറ്റ് ഇൻ മൈ നെക്സ്റ്റ് വ്ലോഗ്. ഓക്കെ, അമേരിക്കൻ ലൈഫിൽ ഞാൻ നേരിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ അടുത്ത എൻ്റെ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. യു ഓൾ സ്റ്റേ ട്യൂൺ. സീ യു വിത്ത് അനദർ വീഡിയോ. ബൈ ബൈ.